ഹായ് എവരിവൺ, എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? ചില ആളുകളുണ്ട് നമുക്കിടയിൽ. നമ്മൾ എന്തെങ്കിലും അവരുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞാൽ പറയും, അതെനിക്കറിയാമല്ലോ, അത് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. ഇത് അവർക്ക് അതൊന്നും പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാവില്ല. അവരെപ്പോഴും ഒരു ക്ലോസ്ഡ് മൈൻഡ് സെറ്റായിരിക്കും. അവർക്കതറിയാം, അതിനെപ്പറ്റി അവർക്കറിയാം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കും അല്ലേ? നമുക്കൊരു കഥ കേട്ട് നോക്കിയാലോ? ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. എല്ലാത്തിനെ കുറിച്ചുള്ള അറിവും അയാൾക്കുണ്ടായിരുന്നു. അയാൾ ഒരു സന്യാസിയുടെ മുന്നിലെത്തി. എന്നിട്ട് സന്യാസിയോട് ചോദിച്ചു, ജീവിതത്തെക്കുറിച്ചുള്ള സത്യത്തെക്കുറിച്ച് എനിക്കറിയണമെന്ന്. സന്യാസി പറഞ്ഞു, അത് നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അപ്പോഴാണ് അയാൾ പറഞ്ഞു, എന്നെപ്പറ്റി നിങ്ങൾക്കറിയില്ലേ? ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ ഒരുപാട് ആളുകൾക്കൊക്കെ നല്ല അഭിപ്രായമാണ്. പക്ഷെ ഇതുവരെ ഞാൻ എഴുതിയ പുസ്തകത്തിലൊന്നും എനിക്ക് ജീവിതത്തെക്കുറിച്ചുള്ള സത്യത്തെ മാത്രം എനിക്ക് മനസ്സിലായില്ല. എനിക്കതിനെക്കുറിച്ച് അറിയണമെന്ന് പറഞ്ഞു. അതിനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എന്ന് അയാൾ സന്യാസിയോട് പറഞ്ഞു. അങ്ങനെ സന്യാസി പറഞ്ഞു, എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഇതുവരെയുള്ള അറിവുകൾ ഒരു പേപ്പറിലാക്കി എഴുതി കൊണ്ടുവരൂ. എന്നാൽ എനിക്ക് വേറെ പുതിയ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാമല്ലോ എന്ന്. അറിയുന്ന കാര്യങ്ങൾ എനിക്ക് വീണ്ടും വീണ്ടും നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയാം. അങ്ങനെ അയാൾ പോയി. അയാൾ ഒരു പേപ്പർ എടുത്ത് എഴുതി അങ്ങനെ ഇതെല്ലാം അയാൾക്ക് അറിയുന്ന അറിവുകളെല്ലാം എഴുതിയെടുക്കാനും 3 വർഷം സമയമെടുത്തു. 3 വർഷത്തിന് ശേഷം അയാൾ ഈ പണ്ഡിത സന്യാസിയുടെ മുന്നിലെത്തി. നോക്കുമ്പോൾ 1000കണക്കിന് പേപ്പറുകളുണ്ട്. സന്യാസി ഇയാളോട് പറഞ്ഞു, എനിക്കിപ്പോൾ പ്രായമായി, എനിക്കിതൊന്നും വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഈ എഴുതിയത് ഒന്നും കൂടെ ചുരുക്കി കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും അയാൾ പോയി ചുരുക്കാൻ തുടങ്ങി. അയാൾ എഴുതിയ കാര്യങ്ങൾ ഓരോന്നോരോന്നായി ചുരുക്കി എഴുതി വന്നപ്പോൾ അത് 3 മാസം കൊണ്ട് തീർന്നു. 3 മാസം കൊണ്ട് തീർന്നു. അത് പിന്നീട് ഈ പണ്ഡിതൻ ഈ സന്യാസിയുടെ മുന്നിലെത്തി. നോക്കുമ്പോൾ അത് വീണ്ടും ഒരു 100 പേപ്പറിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ സന്യാസി പറഞ്ഞു, എനിക്കിപ്പോൾ പ്രായമേറിയിട്ടുണ്ട്, അപ്പോൾ എൻ്റെ കണ്ണിന് ഇത് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, നിങ്ങളിത് കുറച്ചും കൂടെ ചുരുക്കാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും ആ പണ്ഡിതൻ ആ പേപ്പറുകൾ കൊണ്ട് പോയി. അയാൾക്കറിയുന്ന അറിവുകളെ വീണ്ടും അയാൾ ചുരുക്കി. ഇത്തവണ 7 ദിവസം കൊണ്ടാണ് അയാൾ അത് പൂർത്തിയാക്കിയത്. നോക്കുമ്പോൾ കുറച്ച് പേപ്പറേ ഉണ്ടായിരുന്നുള്ളൂ. വീണ്ടും ഈ സന്യാസിയുടെ മുന്നിലെത്തി. അപ്പോൾ സന്യാസി പറഞ്ഞു, ഇതും കുറച്ച് അധികമാണ്, എനിക്ക് ഇതും വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന്. അപ്പോഴാണ് ആ പണ്ഡിതൻ ഒന്ന് ചിന്തിച്ച് നോക്കിയത്. ശേഷം ഒരു മുറിയിൽ പോയിട്ട് ഒന്നുമില്ലാത്തൊരു ബ്ലാങ്ക് പേപ്പർ എടുത്തു കൊണ്ടുവരും. എന്നിട്ട് സന്യാസിക്ക് കൊടുക്കും. ഇപ്പോൾ സന്യാസി അദ്ദേഹത്തോട് പറയും, ഇപ്പോഴാണ് നിങ്ങൾ റെഡി ആയതെന്ന്. അതായത് പുതിയ കാര്യത്തെ പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ ഒന്ന് പാകമായിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശൂന്യമാക്കിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അറിവ് നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ മൈൻഡ് ആയിരിക്കണം. ഒരിക്കലും നമ്മുടെ മനസ്സിനെ ക്ലോസ് ആയിട്ട് വെക്കരുത്. ക്ലോസ് മൈൻഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പുതിയ അറിവുകളെ നമുക്ക് നേടാൻ സാധിക്കില്ല. സോ ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. താങ്ക് യു.